സൗണ്ടേ കേൾക്കുന്നില്ല. പിന്നെ എവിടെ പറയുന്നത്? കൊമ്പനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്തിന് പിള്ളേരല്ലേ ഇങ്ങനെ വളരെ സമ്മതിക്കില്ല. ഇല്ല ഈകളുടെ ലൈവിൽ ഞാൻ തുണയ്ക്കുമ്പോഴും ഒരുത്തന്മാർ വന്നിട്ട് ആ ഈകളുടെ ഗോകുവിന്റെ ലൈവ് വന്ന് സൗണ്ട് കുറയ്ക്കാതെ. സത്യം അസൂയ പിടിച്ചവരാ. അതാണ് അസൂയ ലൂസ്. കിക്ക് ലോഗോണ് ആടാ അത് അഡ്വർടൈസ്മെന്റ് ഇവർ ഇനി ഉടനെ കൊണ്ടുവരും. അപ്പൊ അതിന് വേണ്ടിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവരെ കിക്ക് ലോഗോ കാണിക്കുന്നു. 3 ഡൗൺ നിക്കി ഡൗൺ ആണല്ലേ? മൈ ബാഡ്. അപ്പൊ കെവിക്ക് 6 പേര് ഡൗണും അത് TJക്ക് 3 പേരാണ് ഡൗൺ. 3 പേര് അവരെ സ്പോട്ട് ടാഗ് കൊടുക്കുന്നുണ്ട്. ഒസാക്ക അതേപോലെ ഓവൻ 12 പേരാണല്ലേ? 9 പേര് ഇപ്പൊ 9 പേര്. ഒരു ടീമില് 12 പേരല്ലേ ടഫ്? അതെ 12. ഇനിയിപ്പോ എന്തായാലും കുറച്ചേരം റാവു ഈ ഒരു ബിൽഡിംഗിൽ ഒറ്റയ്ക്ക് കൊമ്പൻ ഇപ്പോഴും ഇവിടെ തന്നെയാണ്. കൊമ്പനെ അവർ സ്പോട്ട് ചെയ്ത് ബട്ട് കെവി അവിടെ കൊമ്പനെ എടുക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് തോന്നുന്നു. റാവു ഈ ഒരു ബിൽഡിംഗ് കയറിയിട്ടുണ്ട്. അതേപോലെ ഈ വൈറ്റ് ബിൽഡിംഗിൽ 4 പ്ലേയേഴ്സ് ഉണ്ട്. മൊത്തം 6 പേരെ നമുക്ക് TJനെ കാണാൻ സാധിക്കുന്നുണ്ട്. 2 പേര് കത്തിപ്പോയി. അപ്പം 2 അല്ല 3 പേര് കത്തിപ്പോയെന്ന് തോന്നുന്നു അല്ലേ? കത്തിപ്പോയാ കെവി അല്ലേ? എന്താ കയറാൻ പറ്റാത്ത? ഒരാളല്ലേ എത്തിപ്പോയിട്ടുണ്ട് അവിടെ പോണ തന്നെ. ഇതിലിപ്പോ 6/9 പഞ്ചായത്ത്. ആ ശരി. TJ 3 പേര് കത്തിപ്പോയി. ഇവര് വെടിക്കടന്ന് കറങ്ങല്ലേ? ടർഫ് ഹോൾഡിംഗ് പരിപാടി ഇല്ല. നമുക്ക് ടർഫ് ഹോൾഡാക്കി റീ ടർഫ് ചെയ്യേണ്ടി വരും. വീണ്ടും ചെയ്യേണ്ടി വരും ടർഫ്. എന്താ കയറാൻ പറ്റാത്ത? എന്താ അവർക്ക്? അവരുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? പിന്നെ അപ്പോഴേ കൊടുക്കും. ഞാനൊക്കെ ആയിരുന്നെങ്കിലേ സോൺ ഷിഫ്റ്റ് ആയിരിക്കും. ടൈപ്പ് ചെയ്തിടും. അതെ എനിക്ക് ആടുന്നു. അയ്യോ എനിക്ക് ആടുന്നു. നല്ലൊരു ടാഗ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ടാഗ് അടിയും കൊണ്ടിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ജോണക്സ് PK. ഞാൻ പെട്ടെന്ന് പേടിച്ചു കേട്ടോ, വിചാരിച്ച് കത്തിപ്പോയത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയല്ലേ കാണുന്നത്? എടാ നിങ്ങളത് ചിന്തിക്കേ. ഇന്നിപ്പോ സമയം എത്രയായി? സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓവൻ മിക്കവാറും ഇപ്പൊ കൊമ്പനെ പിക്ക് ഓഫ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല ചാൻസ് ഉണ്ട്. വരുന്നുണ്ട് അവനെ അടിക്കാൻ വേണ്ടിട്ട്. എന്താണ് അതിന്റെ അർത്ഥം? അർത്ഥം നിങ്ങൾ പറയും. ഓവൻ ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ലോങ്ങിൽ നിന്ന്. നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട്. ഏരിയ വന്ന് വണ്ടി ബ്ലേക്കി ഓക്കി ഇതുവഴി ഒസാക്ക റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ആ ഒരു ആംഗിളിൽ നിന്ന്. അവൻ ബൈഫുട്ട് താഴെ ഇറങ്ങുന്നുണ്ട്. ബാക്കിയുള്ള പ്ലേയേഴ്സ് 1 2 3 4 5 അവരെല്ലാം കേറുന്നുണ്ടല്ലോടാ. ഇവനൊക്കെ എന്തിനാ പറ്റിയത്? എനിക്കറിയാൻ ഒറ്റയ്ക്കാണ്. കൊമ്പനെ അവര് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവര് കേറിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലേക്ക് കൊമ്പൻ അവിടെ കൊമ്പനെ അവര് പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. പറയുന്നത് സ്കൈ ആണ്. അവൻ ആൽപ്പിക്കാറുന്നായിരിക്കും. ഇല്ല, പ്ലാൻ ക്യാൻസൽ. അവര് ചുരുങ്ങി TJ ഇപ്പോ ആ ഒരു വെള്ളൊരു ബിൽഡിങ്ങിലോട്ട് മാത്രമായിട്ട് അവർ ചുരുങ്ങിയിരിക്കുകയാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ 4 1 5 1 പേരാണ് ഇപ്പൊ TJയുടെ കറന്റ് ഉള്ളത്. അല്ല 2 4 5 6 പക്ഷെ 2 പേര് കയറിയില്ല. ജോസൂട്ടി തിരിച്ചു കയറിയിട്ടുണ്ട്. പിന്നെ എന്തൊരു 3 2 വെളിയാണ് സോണോട്ടാ. കെവിക്ക് നല്ല ടാഗ് ലോങ്ങിൽ നിന്ന് വരുന്നുണ്ട്. അവരെല്ലാരും അവനെ സ്പ്രേ ചെയ്യുന്നുണ്ട്. അവൻ ഹീൽ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ കോച്ചെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ ഇവൻ റേഡിയോ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അകത്തൊന്നും കേൾക്കുന്നില്ല. ദുരന്തർ ആണോ? ഓക്കെ. അപ്പം ഡൊമിനിക് അവിടെ പുല്ലിലുണ്ട്. മേ ബി ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ ഒരു പിക്ക് ഡൊമിനിക്കിനെ അവര് ഊക്കറിനെ ഒക്കെ സ്പ്രേ ചെയ്യുന്നുണ്ട്. ഒസാക്ക റഷ്യൻ
അതേപോലെ തന്നെ ഫെക്സർ അത് അങ്ങ് വേറെ ഏതിലും കിടക്കും, ഗെയിമിൽ കിടക്കും അത്. ഈ ഒരു ഏരിയ തന്നെ അവര് ഹോൾഡിംഗ് ആണെന്ന് തോന്നുന്നു. സ്റ്റിക്കർ എടുത്തിട്ട് ഇതല്ലല്ലോ. ഇവിടെ 4 പ്ലേയേഴ്സ് ഉണ്ടല്ലേ? ഇല്ല, ഡൊമിനിക് അല്ലേ ഒന്ന്. ഡൊമിനിക് ഇപ്പോഴും കാട്ടിൽ ഇരിക്കുകയാണ്. അവർക്ക് ഡൊമിനിക് അവിടെ നിന്ന് അനങ്ങി ഇപ്പുറത്തോട്ട് വരാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണെന്ന് തോന്നുന്നു. കാരണം ഓൾറെഡി ആ ഒരു ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു. ഡൊമിനിക്ക് സർപ്രൈസ് ചെയ്യാനാണെന്ന് തോന്നുന്നു കെവിനെ പുറയുന്ന വന്നടിച്ച്. റാവു അതേപോലെ താഴെ, ബാക്കിയുള്ള 4 പ്ലേയേഴ്സ് മുകളിൽ ഇരിപ്പുണ്ട്. ഊക്കർ വണ്ടിയായിട്ട് ഇവിടെ വണ്ടി ഉള്ളൊരു വണ്ടി എടുത്തോണ്ട് പോയിട്ടുണ്ട്. 3 ടയറാ വണ്ടി. ജോഡക്സ് PK, കൊച്ചു അഖിൽ ജോർജ്, ജിയോ ജോസുട്ടി ആൻഡ് TJ ജോസുട്ടി ആൻഡ് റാവു 5 പേര് ഈ ഒരു ബിൽഡിംഗ്. അവരുടെ ഡൊമിനിക് ഇവിടെ വെളിയിലും റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു ട്രൈ ചെയ്യാൻ തോന്നുന്നു. ഫെക്സർ അതിന്റെ അവിടുന്ന് റഷ്യ കയറി വന്ന് ബ്ലേക്കി അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ബ്ലേക്കി എവിടെ പിക്ക് എടുത്തേ? അതെ, മോഡറേറ്റർ തന്നെയാണ്. ഇത് ചാൻസ് ഉണ്ടോ? ഇത് അതാ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഇപ്പൊ 5 vs 5. പക്ഷെ ടൈറ്റായിട്ട് മാച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ 2 പ്ലേയേഴ്സ് ഈ ഒരു ബിൽഡിങ്ങിലോട്ട് ഓപ്പൺ ആവുകയാണ് ബാക്കിയുള്ള ബിൽഡിങ്ങിൽ നിന്നും. അന്നൊക്കെ എന്തൊരായിരുന്നു അവിടെ. ഊക്കർ അവിടെ വണ്ടിയായിട്ട് പോവുകയാണ്. ബ്ലേക്ക് അതേപോലെ കറന്റ്ലി 5-5. അതായത് ഒരു ടർഫിൽ എന്തിനാണ് ചെയ്യാൻ പോണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അടുത്ത സാധനം ചെയ്തത് തിരിഞ്ഞിരിക്കുകയാണ്. അല്ല, 2 പേര് ഡൗൺ ആയോടാ. അത് തിരിച്ചു കൊണ്ടുവരാണ് തോന്നി. ബ്ലേക്കിയാണ് ഡൊമിനിക്കിനെ പിക്ക് ചെയ്ത്, കൊമ്പനെ പിക്ക് ചെയ്ത് അല്ലേ? നിക്കിനെ പിക്ക് ഓഫ് ചെയ്തായിരുന്നു അല്ലേ? സേവിയർ വാസ്കോനെ പിക്ക് ചെയ്ത്, നിക്കി ഡൗണ്, കൊമ്പൻ കുറച്ച് ദിവസം ഞാൻ ഇതൊന്നും പറയലടാ, എന്നെ കൊണ്ട് പോകും. പിള്ളേരെ തൊട കാണിച്ചതൊക്കെ പറഞ്ഞോണ്ട് നീ മിണ്ടായിരുന്നാണ്. മൈക്കിനെ പിക്ക് ചെയ്ത്, ബാബു വിംബിനെ സ്മോക്ഡ് ബാബുനെ പിക്ക് ചെയ്ത്, ഒസാക്ക കൊമ്പൻ 1 2 3 5 ഡൗണ് അല്ലേ? 5 ഡൗൺ, KV 6 ഡൗൺ അല്ലേ? 6 ഡൗൺ KV. ഓ, മാച്ച് വളരെ ടൈറ്റായി. 7 കേറിയിട്ടുണ്ടോ തിരിച്ച്? ജോഡക്സ് PK തിരിച്ച് ആരോ വന്നിട്ടുണ്ട്. 7 പ്ലേയേഴ്സ് ഇപ്പൊ അവരുടെ കറന്റ് ഈ ഒരു ബിൽഡിങ്ങിലോട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അവര് ചുരുങ്ങിയിരിക്കുന്നത് തണുപ്പായ. അയ്യോ, ഞാൻ ഒന്നും പറയുന്നില്ല. അയ്യോ, ബിൽഡിങ്ങിലോട്ട് നല്ലപോലെ ചെയ്തു. പക്ഷെ ചില ആംഗിൾസ് നോക്കാത്തത് കൊണ്ടാണ് അവർക്ക് കാഷ്വാലിറ്റീസ് വീണത്. ഇറ്റ്സ് ഫൈൻ. നല്ലൊരു മാച്ചാണ് നമുക്ക് കാണാൻ സാധിച്ചു. എന്റെ ലൈവ് പോയോടാ? ലൈവ് പോയി. ഇല്ല ഉണ്ട്. കറണ്ട് പോയതാ. ഓക്കെ, TJ ഈ ഒരു ബിൽഡിങ്ങിൽ 1 2 3 4 5 6 പേര് ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഒരാൾ മാത്രം വെളിയിൽ വണ്ടിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഈ ഒരു ഏരിയയിലോട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. സോ എന്താണ് ചെയ്യാൻ? എന്നെ കൊണ്ടുപോകും നീ പറയുന്നത്. ഹിറ്റ്മാൻ ആണ് അയ്യോ
ഞാനല്ലേ പറഞ്ഞേ. എടാ എന്റെ ജീവിതം എന്താ ഇങ്ങനെ? ഈ എൻട്രൻസിൽ വണ്ടി ഇടാൻ പാടുണ്ടോ? പാടില്ലല്ലോ, ബ്ലോക്ക് ചെയ്തിട്ട്. ചെറുക്കൻ സ്കൈനൊന്നും പറയല്ലേ. ഇവിടെ കൊറേ നേരം ട്രൈ ചെയ്യാൻ അർജുൻ. എന്തൊക്കെയാണെങ്കിലും ഞാൻ അവനെ ഒന്നും ചെയ്യത്തില്ല എന്റെ ചെറുക്കൻ. കൊറേ നേരം കിടന്ന് പാടില്ല. പിന്നെ ഒന്നും ആരും ചെയ്യില്ല, ടൈമോട്ടും തരില്ല, ഒന്നും ചെയ്യില്ല. നീ ടൈപ്പ് ചെയ്തോണ്ടിരിക്കും. എന്റെ കൈ തളരട്ടെ ഇതിന്റെ കൈ തളരട്ടടാ. സോൺ കാണുന്നില്ല. സോൺ കൊടുത്താടാ അവിടെ. ഐ ആം ദ സോറി. ഇതാരാ പറ്റിപ്പോയി. അവരെന്തിനാ സർവർ കയറിയേ? ടങ് സ്ലിപ്പ്. തൊഴുതി പറയണം, എന്നാലേ അപ്പോളജി സീറ്റ് എടുക്കുള്ളൂ. ഓക്കെ, ഊക്കറും ആ ഒരു ബിൽഡിങ്ങിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6, 7 പ്ലേയേഴ്സും അവരുടെ ഈ ഒരു ബിൽഡിങ്ങിലോട്ട് കയറിയിരിക്കുകയാണ്. ഈ ഒരു ഒറ്റ ബിൽഡിങ്ങിലോട്ട് മാത്രമായിട്ട് അവർ ചുരുങ്ങിയിരിക്കുകയാണ്. 1, 2, 3, 4, 5, 6, 7 പേരും ഈ ഒരു ബിൽഡിങ്ങിലോട്ട് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് കറന്റ്ലി. സോ KVAക്ക് ഈ ഒരു ബിൽഡിംഗ് ചെയ്താൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അവരുടെ പ്ലേയേഴ്സ് എല്ലാവരും അടുത്തൊരു സോണിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതെങ്ങനെ മാറി? എന്ത് മാറി? അവർ ഇടിച്ചു മാറ്റിയായിരിക്കും എൻട്രൻസ്. ഹിറ്റ്മാൻ ഇടിച്ചു മാറ്റിയ റൂളിലുണ്ടല്ലേ? ഇപ്പുറത്ത് അല്ല, നമ്മള് TKRPയില് എൻട്രൻസ് കാറിട്ട് ഉണ്ടായിരുന്നല്ലോ, അതിവിടെ ഇല്ലല്ലേ? സെർവർ ഡീഗ്രേഡിംഗ് ആണ് ഇപ്പൊ നമ്മൾ ലൈവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു റൂൾ നമ്മൾ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അത് ഇവിടെ ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചതാ. ഇവിടെ ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചതാ. നമുക്കറിഞ്ഞൂടാ തന്നെ ചോദിക്കാം. ഇപ്പോഴും ഉണ്ട്, ഉണ്ടെന്ന് പ്രഡിക്ഷൻ എന്താ പറഞ്ഞു? ഇനി എന്തിനാ പ്രഡിക്ഷൻ? ഇനി എന്തായാലും ചാൻസ് ഉണ്ട് ഇടാം. വണ്ടി ഇടിച്ച് മാറ്റിട്ട് പ്രഡിക്ഷിട്ടുണ്ട്. ടർഫ് റൂളിൽ മെൻഷൻ ചെയ്തിട്ടില്ലടാ. ടർഫ് റൂളിൽ മെൻഷൻ ചെയ്തില്ല. നേരാ പറഞ്ഞ ഉണ്ടെന്ന്. കള്ളന്മാരില്ലെന്നാണ് പറഞ്ഞ. അതെ, എല്ലാരും ഓരോ ആംഗിൾസ് ഓടി നിൽക്കാൻ തോന്നുന്നു. അഖിൽ ചോട്, അതേപോലെ തന്നെ റാവു, അതേപോലെ നമ്മൾ ഒരു ദിവസം ഇതേപോലെ അട്ടപ്പാടി കളിക്കുന്ന സമയത്ത് ഇങ്ങനെ കയറി നിന്നിട്ടുണ്ടായിരുന്നു. വന്ന് പണി ഇട്ടിട്ട് പോയി എന്നെ. എന്റെ പൊന്നപ്പാ ശരി. അപ്പം KVAക്ക് ടർഫ് കിട്ടിയേ. ഓക്കെ, അപ്പോ KVAയുടെ ഒരു അതാണ് ഞാൻ ചോദിച്ചത്. ചാൻസ് ഉണ്ട്. സോ അപ്പോ ടിക്കറ്റ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ KVAക്ക് പോകാനുള്ള വളരെയധികമാണ്. നമ്മൾ നോക്കിയല്ലോ, നോക്കി ബട്ട് ഇപ്പൊ കറന്റ്ലി KVAക്ക് ആദ്യമേ ഇനിഷ്യലി ഒരു 6 പിക്ക് വീണെങ്കിൽ പോലും അവർ തിരിച്ച് ആ ഒരു കളി തിരിച്ച് 6v7 എത്തിച്ചിരിക്കുകയാണ്. 11v എന്തോ 6 എന്തോ ആയിരുന്നു KVA. ബട്ട് സ്റ്റിൽ അവർ ആ ഒരു തിരിച്ച് അടിച്ച് 7v6 എത്തിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യാൻ പോകുന്നത്? ബിൽഡിങ്ങിലാണ് അവരുടെ എല്ലാ ആൾക്കാരും ഇപ്പൊ കറന്റ്ലി ഇരിക്കുന്നത്. അറ്റാക്ക് ചെയ്യാം, എന്തുകൊണ്ടും ചെയ്യാം. പക്ഷേ സോണിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ എങ്ങോട്ട് സോൺ വരുമെന്ന് ഏതെങ്കിലും ഒരു കോർണറിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരു കോർണറിൽ നിൽക്കും. പിന്നെ അകത്ത് കയറി പുഷിങ് വളരെ കഠിനമായിരിക്കും. നമുക്ക് എന്തായാലും കണ്ടറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വിഴാം
ഈ ഒരു ആംഗിളാണ് ഇരിക്കുന്നത്. ഓ, അവന്റെ പേരായിരുന്ന വീഴാം. അതുപോലെ ഞാൻ വിചാരിച്ചു ഇവിടെ വീഴാം എന്ന് പറയണം. അതുപോലെ തന്നെ റാവു കാട്ടിന്റെ അകത്ത് ഊക്കർ മുകളിലും ഇരിപ്പുണ്ട്. അഖിൽ ജോഡ എൻട്രൻസിൽ ഓടിക്കളിക്കുകയാണ്. ഇവരിപ്പോ വണ്ടി മാറ്റിയാണെങ്കിൽ ക്ലിയർ ആക്കാൻ എൻ്റെ കൂടെ ഒരാളൂടെ വന്നാണെങ്കിൽ മാറ്റാം. ഞാൻ ചാടിയ ചിലപ്പോ എന്നെ അറിയും. ഓക്കെ, ഇവിടെ മൂട്ട് സ്റ്റേ എന്ന് പറഞ്ഞ ഞാനൊന്നും സംസാരിച്ചില്ല. എന്തിനാണ് നിന്റെയൊക്കെ പ്രശ്നം? അതല്ല ഇതെങ്ങനെ കറക്റ്റ് അവന്മാര് മാറ്റാൻ പോണ വണ്ടി. അല്ല മറ്റേ മാപ്പ് ദേവ് നറൂട്ടോ പറഞ്ഞു. റാവു വണ്ടി എടുത്തോണ്ട് പോയിട്ടുണ്ട്. അത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും രസമില്ല, നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് കാണാം. സ്കൈയെ ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ലേ. പണ്ണുന്ന ചാറ്റില് ഓൾറെഡി FRP കമ്മിഷൻ മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളിത് സംസാരിക്കില്ല ഇതിനെ കുറിച്ച്. കണ്ട ഭാഗം കാര്യമൊന്നുമില്ല. നമുക്ക് ചാറ്റ് ക്ലിയർ ആയോ? ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ക്ലിയർ ചെയ്തല്ലേ. 7 പേര് ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പുറത്തും ബിൽഡിങ്ങിലാണ് ഇരിക്കുന്നത്. അടുത്ത സോൺ ഷിഫ്റ്റ് ഇനി ഒരു കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ആയിരിക്കും. പറഞ്ഞതും പോരാ. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. അവരെങ്ങനെ കറക്റ്റ് വണ്ടി എടുത്തൊന്ന് ചോദിച്ചില്ലോട്ടാണ്. അല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ വണ്ടി എടുക്കല്ലേ മെറ്റാന്നുള്ള പേര് വീഴും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായ? അതെ, മനസ്സിലായി. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ തെറ്റിയിരിക്കില്ലേ? ആ, ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞ ഞാൻ പോവാട്ടോ. ഞാൻ പോവാം ഗൈസ്. ഞാൻ പോണം ഗോട്ട്. ഞാൻ പോയിട്ട് വരാം. എന്നാ പിന്നെ അവരുടെ ഇഷ്ടപോലെ നടക്കട്ടെ. അവരുടെ ഇഷ്ടപോലെ നടക്കട്ടെ. എല്ലാരും എനിക്ക് തിരിയാണല്ലോ. അല്ല, ഒരാൾക്കൊരു വിഷമില്ല കേട്ടോ. തെറിയെന്ന് വിളിക്കില്ലേ ചെറുക്ക് പാവോടാ. നിങ്ങൾ വിട്ടേരെ. എന്താ KVA ചെയ്യാൻ പോകുന്നത്? ഇല്ല, ഒരു ഹാർഡ് റഷ് ഞാൻ പറയുമ്പോ നീ എനിക്ക് തിരിച്ച് റിപ്ലൈ തരണം. മനസ്സിലായോ? അപ്പൊ ഞാൻ മിണ്ടല്ലേ, അതാണ് പറഞ്ഞിരുന്നല്ലേ. നമുക്ക് ലൈവും കണ്ടിരിക്കണോ? അതെ, ചാൻസ് ഇല്ല. പിന്നെ അവര് പറയുന്നത് എനിക്ക് എന്തായാലും ഒരു വഴി നമുക്ക് കണ്ടോണ്ടിരിക്കാം. നമുക്കേ ഈ ഒറ്റ വണ്ടി നമുക്ക് ടർഫിൽ കസ്റ്റം വണ്ടികൾ അവരെല്ലാം എന്തായാലും മറ്റേ ഡൊണേറ്റർ എടുത്തേക്കുള്ള ആൾക്കാരല്ലേ. അവരുടെ കസ്റ്റം വണ്ടികൾ ഉപയോഗിക്കട്ടെ. ചെറുക്കോ ഇരിക്കട്ടാ. ഓക്കെ, സോണ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അവരെല്ലാരും തമാശക്ക് മാറിയിട്ടുണ്ട്. ജോസൂട്ടി നമുക്ക് കേൾക്കണ്ട. ഈ ഒരു ആംഗിളിൽ നിന്ന് ഡയലോഗിൽ നീ അടിക്കണം. അവര് എല്ലാരും ലെഫ്റ്റില് അവിടെ നോക്ക്. അവിടെ നോക്ക്. അങ്ങനെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണല്ലോ, ക്ലാസ് എടുപ്പിക്കണേ. ഞാൻ അറിയുന്നു. പക്ഷെ നമ്മളൊന്നും കാണുന്നില്ല. ഹിറ്റ്മാൻ അതുവഴി റഷ് ചെയ്ത് കയറുന്നുണ്ട്. ഹിറ്റ്മാൻ കയറി കാല് അഖിൽ ജോഡ് നല്ല ലിറ്ററലി ലോ ആയിട്ടുണ്ട്. ഹിറ്റ്മാൻ അഖിൽ ജോഡിന് നല്ല ടാലന്റുണ്ടെന്ന് തോന്നുന്നു. കാല് ഹിറ്റ്മാൻ ഡൗൺ ആയിട്ടുണ്ട്. ഇവിടെ അവൻ ഡൗൺ ആയോ? നല്ല ട്രൈ.
ഇല്ല ഓവൻ ഡൗൺ ആയിട്ടില്ല, ഓവനുണ്ട്. ഓവനും ബ്ലേക്കിയും ഇവിടെ മാത്രമേ ഉള്ളൂ നിപ്പുണ്ട്. TJ-യുടെ 5 പ്ലേയേഴ്സ് അലൈവാണ്. 2 പേരെ ചെയ്യാൻ സാധിച്ചെന്ന് തോന്നുന്നു. പുഷ് ഡൗൺ ആയെന്ന് തോന്നുന്നു. എപ്പോഴും അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് പ്ലെയർ വളരെ അധികമാണ്. നോക്കട്ടെ 2 പ്ലേയേഴ്സ് 12 മിനിറ്റ് 13 മിനിറ്റ് എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്. 2v5 റഷ്യൻ അവൻ അകത്തോട്ട് കയറി നല്ലൊരു ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ ഒരു ആംഗിളൊക്കെ ഇങ്ങനെ പൂക്കർ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ജോസൂട്ടി ബ്ലേക്കിനെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലാസ്റ്റ് പറഞ്ഞ മാത്രമേ കട്ട് ചെയ്ത് ഇറങ്ങി കൊണ്ടുപോകട്ടെ. ജോസൂട്ടി ഒറ്റയ്ക്കാണ് മുകളിലെന്ന് തോന്നുന്നു. അതാരും മാപ്പർ നരുട്ടോ പെയ്ഡാണല്ലേ. ഞാനൊക്കെ ആയിരുന്നെങ്കിലേ ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. ചിലപ്പോ ലാസ്റ്റ് 2 അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ ലാസ്റ്റേ കാണുള്ളൂ. ഞാൻ പോയിട്ട് എല്ലാരും അടിച്ചിടുന്നു. എല്ലാരും കാണാൻ സ്വപ്നമാണത്. ഞാനും കാണാറുണ്ട് അങ്ങനെ. ഞാൻ ഒരു ഗ്യാങ് തുടങ്ങി 30 പേരെ അടിച്ചിടുന്ന സ്വപ്നം ഞാൻ അറിയാണ്ട് മ്യൂട്ട് ബട്ടൺ നിൽക്ക് വേടാ. എന്നെ അവരയച്ചല്ലേ. അവന്റെ നിന്റെ ലാപ്ടോപ്പിലിരിക്കണത് അവന്റെ സ്വപ്നം. എടാ ചാറ്റിൽ പേരൊക്കെ വന്നു തുടങ്ങി. SPA അതാണ് എന്റെ സ്വപ്നം. എന്റെ സ്വന്തമായിട്ടുള്ള ഗ്യാങ് ഞാൻ മാത്രം കളിക്കാൻ ഒരു പ്ലെയർ, അത് ഞാൻ മാത്രം. ഞാനിരുന്ന സ്വപ്നം കാണും. പ്രീ വാറിലൊക്കെ ലാസ്റ്റ് ഞാൻ എല്ലാരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് അവരിൽ ഒരാള് ഞാനും ഒരാള്. അപ്പം ഞാൻ പോയി അടിച്ചിടുന്നു. പിറ്റേന്ന് സിനിമാറ്റിക്സ് ഒക്കെ വരുന്നു. വിഷയാവൂലത്. പിന്നെ നാട്ടുകാർ മൊത്തം പറഞ്ഞു അയ്യോ ഈ ചേട്ടൻ എന്തൊരടിയാ. സ്കൈ ഡാക്സ് വീട് പത്തനംതിട്ട. പത്തനംതിട്ട കൂടൽ. ജോസൂട്ടി ഒരു ഓഫ് ആംഗിൾ പിടിക്കാനുള്ള പരിപാടി എന്ന് തോന്നുന്നു. അവനും അഡ്രസ് ഒക്കെ വന്നു ചാറ്റില്. എല്ലാവർക്കും എന്റെ അഡ്രസ് ഒക്കെ അറിയാം. നെന്മാറ വരെ വന്നല്ലേ. ഓക്കെ താങ്ക് യു. ഇവനെങ്ങാനൊരു മിസ്റ്റേക്ക് കാണിച്ചു ഒരു പിക്ക് ഒരു ചക്കവിടെ സൗണ്ട് നാക്കുണ്ടല്ലോ നാക്ക്. ജോസൂട്ടി ബാക്കിൽ ഞങ്ങൾ എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ബ്ലേക്ക് കണ്ട് ഓ രണ്ടും കൂടി വന്നു. അതൊരു മാസ്റ്റർ മൈൻഡ് ആയിരുന്നു. അത് ജോസൂട്ടി ഡൗൺ ബാക്കിൽ വിചാരിക്കാത്ത ഒരു മാസ്റ്റർ മൈൻഡ് ആയിരുന്നു. പുഷ് ചെയ്ത് വരുന്നുണ്ട്. TJ-യുടെ 2 പ്ലേയേഴ്സ് മാത്രമാണ്. അവസ്ഥ ആലോചിക്ക്. എന്റെ ഊര് വിഷയങ്ങളാ. നൈസായിട്ട് ഹോൾഡ് ചെയ്ത് നൈസ്. ഇത് വാർ ഹാസ് എൻഡഡ്. അങ്ങനെ കളി കാണുന്നല്ലേ. പോയിന്റ്സ് കൊടുക്കുക. വെൽ പ്ലേഡ് 2 സൈഡും വെൽ പ്ലേഡ് ഗൈസ്. വെൽ പ്ലേഡ് ഒന്നും പറയാനില്ല. ഞാൻ ഇട്ട പ്രഡിഷൻ
ആര് വിന്നർ കൊടുത്തു, ഇപ്പൊ ഞാൻ ആര് ആൻസർ കൊടുത്തു, കാരണം prediction ഞാൻ ഇട്ട പ്രഡിക്ഷൻ ആര് വിന്നറിനെ സെലക്ട് ചെയ്തു. അടിച്ച് ജയിച്ചവർക്ക് ഏ? ഞാൻ ഒരാള് ഗോക്കു ഒരാള് കൂടെ ഉണ്ടായിരുന്നു ഞാൻ കളി ജയിച്ചേനല്ലേ. സത്യം എന്തിനാ വേറെ കാര്യം അറിയോ? ജോസൂട്ടി ആ എൻഡിൽ വന്ന് നിന്നപ്പോ ഞാൻ നേരത്തെ താഴെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പൊ ഇപ്പൊ താഴെ വീഴും. ഞാൻ പറഞ്ഞോളൂ ഇവ ഒരു മിസ്റ്റേക്ക് കാണിച്ചാ ഇപ്പൊ കിട്ടിയെന്തോ പണി കിട്ടുമോ. വേറെ കാര്യം ജോസൂട്ടി ആ എൻഡിൽ വന്ന് നിന്നപ്പോ ഞാൻ നേരത്തെ താഴെ ഇരുന്ന് പറഞ്ഞു അയ്യോ 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 ഇതെന്താ അല്ലല്ല ഞാൻ ഇത് 10 മിനിറ്റ് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ കേറ്റി കളിയായിരുന്നത് ഒന്നും പറയാനില്ല.